സായിബാബയുടെ ജന്മശതാബ്ദി ആഘോഷങ്ങൾ പുട്ടപർത്തിയിൽ ആരംഭിച്ചു. ഇതിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തു. നിരവധി നേതാക്കളൊക്കെ ഉണ്ട്. ആ വേദിയിലേക്ക് ഐശ്വര്യ റായ് കടന്നു വരുന്നു. എന്നിട്ട് നേരെ ഒന്ന് നരേന്ദ്രമോദിയുടെ കാൽ തൊട്ട് വന്നിരിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സനാതന സംസ്കാരം തന്നെയല്ലേ അത് വെളിപ്പെടുത്തുന്നത്? സാർ എങ്ങനെയാണ് ഈ സായിബാബ? അത് ഈ സനാതന സംസ്കാരം ശരിക്കും നോക്കി ജീവിക്കുന്ന ഈ മംഗലാപുരത്താണല്ലോ ഐശ്വര്യ റായിയുടെ വേരുകളൊക്കെ ഉള്ളത്. അപ്പൊ അവര് അങ്ങനെ തന്നെയൊക്കെ പെരുമാറുന്ന ഒരാളാണ്. മാത്രമല്ല അവര് മറ്റേ അമ്മായിയമ്മയിലെ ജയ ബച്ചൻ, അപ്പോ ജയ ബച്ചനുമായിട്ട് ഈ ഇത്തരം കാര്യങ്ങളിൽ അവര് ചിലപ്പോ ഒന്നിച്ചു പോയി എന്ന് വരണമെന്നില്ല. കാരണം നിലപാട് വേറെയാണല്ലോ. വേറെയാണ്. ജയ ബച്ചന്റെ തന്നെ സമീപകാലത്ത് ഒരു വീഡിയോ ഞാൻ കണ്ടത്, അവരെവിടെയോ വിമാനമൊക്കെ ഇറങ്ങി വരുമ്പോ ചിത്രം എടുക്കാൻ നോക്കുന്ന ഫോട്ടോഗ്രാഫർമാരെയൊക്കെ ചീത്ത വിളിക്കുന്നത്. അപ്പോ അവര് മാത്രമല്ല, മറ്റേ സമാജ്വാദി പാർട്ടിയുടെ രാജ്യസഭാംഗമൊക്കെ ആയിരുന്നുകൊണ്ട് വേറെ തരം നിലപാടുകളായിരിക്കുമല്ലോ, സനാതന നിലപാടുകളായിരിക്കില്ല അവരുടേത്. അപ്പൊ അമ്മായിയമ്മയ്ക്ക് കൊടുത്തൊരു മറുപടിയും കൂടിയായിട്ട് ഇത് കരുതാവുന്നതാണ്. അത് വേറൊരു വിഷയമാണ്. നമ്മൾ സായിബാബയെ പറ്റിയാണല്ലോ സംസാരിക്കേണ്ടത്. എൻ്റെ നാടായ തൃപ്പൂണിത്തുറയില് സത്യസായി നിലയം ഉണ്ടായിരുന്നു, ലായം റോഡില്. ഞാൻ കുട്ടിക്കാലത്ത് ധാരാളം അവിടെ പ്രാർത്ഥനകളൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ അത് നമ്മുടെ സിനിമാ നടനായിരുന്ന രവീന്ദ്രനില്ലേ, ഒരു തലരാഗമൊക്കെ, അദ്ദേഹത്തിന്റെ പിതാവ് ഏലിയാസ് ഒക്കെ അതിൻ്റെയൊക്കെ പ്രവർത്തകനായിരുന്നതായിട്ടൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പോൾ എപ്പോഴെങ്കിലും ഇത് 70കളിലൊക്കെയാണ് ഞാൻ ഈ പറയുന്നത്. അപ്പൊ എപ്പോഴെങ്കിലും സത്യസായി ബാബ തൃപ്പൂണിത്തുറയിൽ വരും എന്നുള്ളൊരു പ്രതീക്ഷ നിലനിർത്തിയിരുന്നു ഈ നിലയവും നിലയത്തിന്റെ പ്രവർത്തകരും ഒക്കെ. അത് സംഭവിച്ചില്ല. കാരണം കേരളത്തിലേക്ക് പലപ്പോഴും വരും എന്ന് പറഞ്ഞിട്ട് ഈ കിംവദന്തികൾ ധാരാളം ഉണ്ടായി എന്നല്ലാതെ പലതവണയുള്ള അങ്ങനത്തെ ഒരു വരവ് സത്യസായി ബാബയുടെ ഉണ്ടായിരുന്നില്ല. അതുപോലെ എല്ലാ കാലത്തും യുക്തിവാദികൾ ഇത്തരം ആളുകളെ എതിർത്തുകൊണ്ടിരിക്കുമല്ലോ. അപ്പൊ സത്യസായി ബാബ അന്തരീക്ഷത്തിൽ നിന്ന് ഭസ്മം എടുക്കുന്നത് ഇങ്ങനെ A.T. കോവൂരൊക്കെ അക്കാലത്തുണ്ട് ഇങ്ങനെ എതിർക്കാൻ. A.T. കോവൂർ എന്ന് പറഞ്ഞിട്ടൊരു വലിയ യുക്തിവാദി ഉണ്ടായിരുന്നല്ലോ, ശ്രീലങ്കയിൽ താമസിച്ചിരുന്ന തിരുവല്ലക്കാരനാണ് പ്രധാനമായിട്ട് ഈ കോവൂർ കുടുംബം എന്ന് പറയുന്നത്. E.M. കോവൂർ എന്ന് പറഞ്ഞൊരു നോവലിസ്റ്റും ഉണ്ടായിരുന്നു ആ കുടുംബത്തിൽ നിന്ന്. ഇപ്പോ ആരും അദ്ദേഹത്തിന് ഓർക്കുന്നില്ല E.M. കോവൂർ. അക്കാലത്ത് പാറപ്പുറത്തിനെയൊക്കെ പോലെ പ്രധാനപ്പെട്ട എഴുത്തുകാരനാണ്. അപ്പോ ഈ പല എൻ്റെ സുഹൃത്തുക്കൾ തന്നെ അവരുടെ പൂജാമുറിയിൽ ഈ ഭസ്മം ചിത്രത്തിൽ നിന്ന് വരുന്നു എന്നൊക്കെ പറയാറുണ്ട്. നമുക്ക് അവരുടെ അനുഭവമല്ലേ, ഓരോരുത്തരുടെ അനുഭവത്തിന് നമ്മൾ ചോദ്യം ചെയ്യുന്നത് എങ്ങനെയാണ്. അപ്പോൾ സത്യസായി ബാബ ഒരു കാലത്ത് ശരിക്കും ഇന്ത്യ മുഴുവൻ, ഇന്ത്യക്ക് പുറത്തും ഒക്കെ നിറഞ്ഞു നിന്നിരുന്ന ഒരാളാണ്. ഇന്ത്യക്ക് പുറത്ത് അദ്ദേഹം അധികം പോയിട്ടില്ല. യുഗാണ്ടയിലും കെനിയയിലും ഒരു യാത്ര നടത്തി. പിന്നീട് ഈ വിദേശ യാത്രകളും ഒക്കെ അവസാനിപ്പിച്ച് പുട്ടപ്പർത്തിയിൽ തന്നെ. പിന്നെ യുക്തിവാദികൾക്ക് എതിർക്കാൻ എങ്ങനെയാണ്, പക്ഷെ യുക്തിവാദികള് സായിബാബ ചെയ്തതുപോലെ സൗജന്യ ചികിത്സ ആശുപത്രികൾ പൈസ മേടിക്കുന്നില്ലല്ലോ. പിന്നെ അവിടുത്തെ തന്നെ ആ ഭാഗത്തെ മുഴുവൻ കുടിവെള്ള വിതരണം അത് സായിബാബയല്ലേ ചെയ്തിരുന്നത്. അത്രയും ഗുണമെങ്കിലും ഇല്ലേ? ഇതൊക്കെ തന്നെ അമൃതാനന്ദമയും ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നില്ലേ? യുക്തിവാദികൾക്ക് വീട്ടിലിരുന്ന് പറയാന്നല്ലേ ഉള്ളൂ, ഇതൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോ ഇദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് പോയാൽ നവംബർ 23 ആണ് ജന്മദിനം. 1926 നവംബർ 23. നവംബർ 23-നാണ് ജന്മശതാബ്ദി വരുന്നത്. 14-ാമത്തെ വയസ്സിൽ ഷിർദിയുടെ അവതാരം, ഷിർദി സായിബാബയുടെ അവതാരം ആയി ആണ് അദ്ദേഹത്തിന് ഭക്തര് കണ്ടത്. ഷിർദി സായിബാബ മഹാരാഷ്ട്രയിലെ ഷിർദിയിലെ സായിബാബ, അദ്ദേഹം ഈ നാടോടിയായി സഞ്ചരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു സൂഫി വര്യനുമായി ബന്ധപ്പെടുകയും ഒരു സൂഫി ട്രഡീഷനും ഈ ഷിർദി സായിബാബയുടെ പ്രവർത്തനങ്ങളിൽ കാണാമായിരുന്നു. അങ്ങനെയാണ് അദ്ദേഹത്തിനെ പറ്റിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട പുസ്തകം ആർതർ ഓസ്ബോൺ എഴുതിയത് ഞാൻ വായിച്ചിട്ടുണ്ട്. കോടതി സമൻസ് അയക്കുകയും എന്തോ കാര്യത്തിന് കോടതിയിൽ അദ്ദേഹം ഹാജരാകാതിരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. കാരണം കോടതി അദ്ദേഹത്തിന്റെ ലോകത്തെ അങ്ങനെ ഒരു വ്യവഹാരത്തിന്റെ ആരോ കൊണ്ടുപോയി എന്തൊരു കേസ് കൊടുത്താണ് അദ്ദേഹം ഇങ്ങനെ ഹൈലി സ്പിരിച്വലായിട്ട് എവിടെയാണ് എന്താണ് എന്നൊക്കെ നോക്കാതെ
നടന്നുകൊണ്ടിരുന്ന ഒരാൾ. അപ്പോൾ സത്യസായി ബാബ സത്യനാരായണ രാജു എന്നാണ് അദ്ദേഹത്തിൻ്റെ പൂർവാശ്രമത്തിലെ പേര്. നാമഗിരി അമ്മ, ഈശ്വരി എന്നും പേരുണ്ട് അമ്മ. പൊദ്ദ വെങ്കമ്മ രാജു രത്നാകരം അദ്ദേഹത്തിൻ്റെ അച്ഛൻ. തെലുഗു ബഡ്രാജു കുടുംബമാണ് അവരുടേത്. എന്ന് പറഞ്ഞാൽ ഇവർ ഈ പാട്ടുകാരാണ്. ഈ മതകീർത്തനങ്ങൾ, ഹിന്ദു മതകീർത്തനങ്ങൾ പാടിക്കൊണ്ട് നടക്കുന്ന കുടുംബമാണത്. പുട്ടപ്പർത്തി ഗ്രാമത്തിൽ തന്നെയാണ് ആ കുടുംബം. 5 മക്കളിൽ 4-മനായിരുന്നു രാജു. നമുക്ക് സത്യസായി ബാബ ആകുന്നവരെ രാജു എന്ന് പറയാം. രാജു 4-മത്തെ, ദിവ്യഗർഭം ആയിരുന്നു എന്നൊക്കെ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ 1900 ചില വർഷങ്ങൾ പ്രധാനമാണ് സായിബാബയുടെ ജീവിതത്തിൽ. ഒന്ന് 1940 മാർച്ച് 8 ഉറവകൊണ്ട എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു ചേട്ടൻ താമസിച്ചുകൊണ്ടിരുന്നത്. പുട്ടപ്പർത്തിക്ക് തൊട്ടടുത്തുള്ള ഗ്രാമം ഉറവകൊണ്ട. ചേട്ടൻ ശേഷാമ രാജു, രാജുവിൻ്റെ കൂടെയാണ് അന്ന് രാജു സായിബാബ അറിയപ്പെടുന്ന. അവിടെ താമസിച്ചുകൊണ്ടിരുന്നപ്പോൾ രാജുവിനെ തേളുകുത്തി. അപ്പോൾ ബോധം പോയി. അത് ആ തേളുകുത്തി ഉള്ള കുറേ ദിവസങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചിരിക്കൽ, കരച്ചിൽ, പിന്നെ ചില സമയത്ത് മൗനമായിട്ടിരിക്കും. അങ്ങനെ പിന്നെ സംസ്കൃതം ഒന്നും അറിയില്ല രാജുവിന്. പക്ഷെ സംസ്കൃത കീർത്തനങ്ങൾ പൊടുന്നനെ പാടാൻ തുടങ്ങി. അപ്പോൾ കുടുംബം പല കാർമ്മികന്മാരെ, മന്ത്രവാദികളെ ഒക്കെ കൊണ്ടുപോയി കാണിച്ചു രാജുവിനെ. ഇതെന്തോ ബാധയാണ് എന്നവർ വിചാരിച്ചിട്ട് കാണിച്ചു. കദ്രിയിലൊരു മന്ത്രവാദിയുടെ അടുത്ത് കൊണ്ടുപോയി. കദ്രി എന്ന് പറഞ്ഞ സ്ഥലം. ഒരു മന്ത്രവാദി ദ്രോഹിച്ചു, വല്ലാതെ അടിക്കുകയും ഒക്കെ ചെയ്തു. ഈ ഉച്ചാടനത്തിന്റെ ഭാഗമായിട്ടേ ബാധ ഒഴിഞ്ഞു പോകാൻ പ്രേതം അടിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ഈ രാജുവിൻ്റെ തല മുണ്ടനം ചെയ്തു, മുടിയൊക്കെ വെട്ടിക്കളഞ്ഞു, തലയോട്ടിയിലും 3 കുരിശു വരച്ചു. എന്നിട്ട് അതിൻ്റെ മുറിവിൽ ആസിഡ് ഒഴിക്കുകയൊക്കെ ചെയ്തു പ്രേതം പോവാനായിട്ട്. ഇങ്ങനെ വല്ലാതെ ദ്രോഹിക്കുകയൊക്കെ ചെയ്തു. 1940 മെയ് 23 പ്രസാദം, പൂക്കൾ ഇതൊക്കെ വായുവിൽ നിന്ന് എടുക്കാൻ തുടങ്ങി കുടുംബത്തിൽ തന്നെ. അപ്പോൾ അച്ഛന് വലിയ ദേഷ്യം വന്നു. ഇത് പ്രേതബാധയാണെന്ന് അച്ഛൻ ഉറപ്പിച്ചു. വടിയൊക്കെ എടുത്തിട്ട് നീ ആരാണ് എന്ന് ചോദിച്ചു. ഞാൻ സായിബാബ എന്ന് പറഞ്ഞു. അന്നാണ് സായിബാബ എന്നുള്ള പേര് രാജുവിന് വീഴുന്നത്. അപ്പോൾ ഞാൻ ഷിർദിയിലെ സായിബാബയുടെ അവതാരമാണ് എന്നും ഈ കുട്ടി 14 വയസ്സ് മറ്റോ ആയിട്ടുണ്ടാവും പറയുന്നുണ്ട്. അപ്പോൾ രാജു ജനിക്കുന്നതിന്, സത്യസായിബാബ ജനിക്കുന്നതിന് 8 കൊല്ലം മുമ്പേ ഷിർദി സായിബാബ സമാധി ആയിരുന്നു. എന്നിട്ടാണ് അവതരിക്കുന്നതെന്നാണ് വിശ്വാസം. മൂന്നാമത്തത് 1940 ഒക്ടോബർ 20. അന്ന് ആണ് സായിബാബ പറയുന്നത് എനിക്കൊരു ദൗത്യമുണ്ട്, ധർമ്മമുണ്ട് എന്ന് വീട്ടുകാരോട് പറയുന്നത്. 1947 മെയ് 25 ചേട്ടനോടും ഇങ്ങനെ ഈ കാര്യം പറയുന്നുണ്ട്. ജനത്തിന് ഒരു അനുഗ്രഹ ജീവിതം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ജനിച്ചിരിക്കുന്നത്, അതാണ് എൻ്റെ ദൗത്യം എന്ന് സായിബാബ പറയുന്നു. അവരുടെ ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം കുറച്ച് ഫിലോസഫിക്കലായിട്ട് പറഞ്ഞു, ഞാൻ ഒരിടത്തുമില്ല, ഒരു പേരിലുമില്ല, ഞാനും നീയുമില്ല എന്ന് പറഞ്ഞു. അദ്വൈതത്തിൻ്റെ ഒരു ആശയമാണ് ഈ പറയുന്നത്. 1944 ഭക്തർക്ക് മന്ദിരം പണിതു. പഴയ സായിബാബ മന്ദിരമാണ്. ഇപ്പോഴത്തത് പ്രശാന്തി നിലയമാണല്ലോ. അതിന് മുമ്പത്തത് പ്രശാന്തി നിലയം വരുന്നത് 1948 അത് 1950 പണി തുടങ്ങിയിട്ട് 1954 സൗജന്യ ചികിത്സ ആശുപത്രി തുടങ്ങി. 1957 അഖിലേന്ത്യാ പര്യടനം പ്രത്യേകിച്ചും ഉത്തരേന്ത്യയിൽ നടത്തി. 1963 4 ഹൃദയാഘാതങ്ങൾ ഒന്നിച്ചുണ്ടായി സത്യസായി ബാബയ്ക്ക്. ഒരു വശം ക്ഷയിച്ചു പോയി, പക്ഷെ പരസ്യമായി ആയിരക്കണക്കിന് ആളുകളുടെ മധ്യത്തിൽ വെച്ച് തന്നെ സുഖപ്പെട്ടു. അത് വലിയ ഒരു
അനുഭവമായിരുന്നു ഭക്തരെ സംബന്ധിച്ചിടത്തോളം. ഹൃദയാഘാതം കാണുക തന്നെ ഉണ്ടാകുന്നു, സുഖപ്പെടുന്നതും കാണുക തന്നെ ഉണ്ടാകുന്നു. അപ്പോഴാണ് സായിബാബ പറയുന്നത്, ഞാൻ ശിവശക്തിയാണ്, ഞാൻ ഭരദ്വാജ ഗോത്രമാണ്, ഷിർദി സായിബാബയുടെ ഗോത്രമാണ്, ശിവൻ ജനിച്ചത് അതിലാണ്, ശിവനും ശക്തിയും ചേർന്നതാണ് ഞാൻ. മൂന്നാമത്തെ സായിബാബ, പ്രേം സായിബാബ, ശക്തി മാത്രമായിരിക്കും, അതെനിക്ക് ശേഷമാണ് ഉണ്ടാവുക. മാണ്ഡ്യയിലാണ് അടുത്ത സായിബാബ ഉണ്ടാവുക, കർണാടകയില് മാണ്ഡ്യ, സുമലതയുടെയൊക്കെ മണ്ഡലം മാണ്ഡ്യ. അപ്പോൾ 96 വയസ്സിലായിരിക്കും സമാധി എന്ന് സത്യസായി ബാബ പറഞ്ഞിരുന്നു. 8 വർഷം കഴിഞ്ഞിട്ടായിരിക്കും പുനർജന്മം എന്നും പറഞ്ഞിരുന്നു മാണ്ഡ്യയിലെ. പക്ഷേ 96 വയസ്സിലല്ല, 84 വയസ്സിൽ സത്യസായി ബാബ സമാധിയായി. അപ്പൊ അതിനെപ്പറ്റി വിശ്വാസികൾ പറയുന്നത്, അത് സൂര്യവർഷമല്ല, നമ്മൾ സൂര്യവർഷമാണല്ലോ നോക്കുന്നത്, ചന്ദ്രവർഷം നോക്കിയാൽ അത് ശരിയായിരിക്കും എന്ന് അവർ പറയുന്നുണ്ട്. അപ്പോൾ 1968 കെനിയയിൽ ഉഗാണ്ടയിലൊക്കെ പോയത്. 1968 മുതൽ 81 വരെ 3 ക്ഷേത്രങ്ങൾ ഉണ്ടാക്കി. സത്യം എന്ന് പറഞ്ഞ ക്ഷേത്രം മുംബൈയില്, ശിവം ഹൈദരാബാദില്, സുന്ദരം ചെന്നൈയില്. സത്യം സുന്ദരം എന്ന് പറയുന്നത്. 1993 ജൂൺ 6-ാം തീയതി ഒരു വധശ്രമം സത്യസായിബാബയുടെ നേരെ ഉണ്ടായത് ഞാനും ഓർക്കുന്നുണ്ട്. പക്ഷെ അതിൻ്റെ വിവരങ്ങൾ മുഴുവൻ പുറത്തു വന്നില്ല. 4-5 പേര് അദ്ദേഹത്തിനെ വധിക്കാനായിട്ട് ശ്രമിച്ചു. പിന്നെ അതിൽ തന്നെ ചിലർ കൊല്ലപ്പെടുകയൊക്കെ ചെയ്തു. അതിനെ പറ്റിയിട്ടുള്ള പല കാര്യങ്ങളും ദുരൂഹമാണ്. റായലസീമ മേഖലയിലാണ് കുടിവെള്ള പദ്ധതി 12 ലക്ഷം പേർക്ക് 1995 നടപ്പാക്കിയത്. പിന്നെ 2003 അദ്ദേഹത്തിന് ഈ അരയില് സുഖമില്ലാണ്ടായി. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഇരുമ്പ് കസേരയോട് കൂടി ഒരു കുട്ടി സായിബാബയുടെ മേത്തേക്ക് മറിഞ്ഞു വീണു. അങ്ങനെയാണ് അദ്ദേഹത്തിന് അരയ്ക്ക് പരിക്കേറ്റത്. അത് 2003 ഏപ്രിൽ 24-ാം തീയതി ആയിരുന്നു. 2011 7 കൊല്ലത്തിന് ശേഷമാണ് സമാധിയാകുന്നത്. ഈ അരയ്ക്ക് സുഖമില്ലാതായ ശേഷം പിന്നെ ചക്രക്കസേരയിലാണ് ദർശനം നൽകിയിരുന്നതും ഒക്കെ. അപ്പോൾ സായിബാബ ഒരു കാലത്ത് വലിയ തോതിൽ വിശ്വാസി സമൂഹത്തിന്, കേരളത്തിൽ നിന്ന് ചില നക്സലൈറ്റുകൾ തന്നെ, ഇപ്പൊ ഫിലിപ്പം പ്രസാദ് അല്ലേ, അതെ, ഫിലിപ്പം പ്രസാദ്, പിന്നെ എനിക്ക് തോന്നുന്നത് യു ഫൽഗുനൻ എന്ന് പറഞ്ഞിട്ട് കഥയൊക്കെ എഴുതുന്ന ഇങ്ങനത്തെ ആളുകളും ഒക്കെ അവിടെ ആശ്രമത്തിൽ പ്രശാന്തി നിലയത്തിൽ അന്തേവാസികളായിട്ട് ഫിലിപ്പം പ്രസാദ് പലപ്പോഴും പോയി വന്നിരുന്നു. ഫിലിപ്പം പ്രസാദ് എന്നോടും സായിബാബയെ പറ്റി ധാരാളം ഒരു കാലത്ത് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ വലിയ തോതിൽ യുക്തിവാദികളെ കൂടി മാറ്റി തീർത്ത ഒരു അവതാരമായിരുന്നു സത്യസായി ബാബ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.